ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിൽ ദേവസ്വം ബോർഡ് പരാതി നൽകിയിട്ടില്ലെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ. ഗണ്യമായ തുക സ്വകാര്യ വ്യക്തി പ്രചരിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതായി ചീഫ് പോലീസ് കോർഡിനേറ്റർ. വിഷയത്തിൽ കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിർദ്ദേശമാണ് നൽകിയത്? ചീഫ് പോലീസ് കോർഡിനേറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാനായിട്ടുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിൽ ഹൈക്കോടതി നേരത്തെ ഇടപെട്ടുകൊണ്ട് അത് തടയുകയും അതോടൊപ്പം തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനുമേൽ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ കേസ് പരിഗണിച്ച സമയത്താണ് ഈ ഒരു നടപടി നിസ്സാരമായിട്ട് കണക്കാക്കാനാകില്ല. ഈ പണപ്പിരിവ് നടത്തിയ നടപടി അത്യധികം തെറ്റാണെന്നുള്ളൊരു നിലപാട് ദേവസ്വം ബെഞ്ച് സ്വീകരിക്കുകയും ആവശ്യമായിട്ടുള്ള നിയമാനുസൃത നടപടികൾ സ്വീകരിക്കാൻ ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. കേസ് എടുത്തു എന്നാണ് ചീഫ് പോലീസ് കോർഡിനേറ്റർ ഉറപ്പാക്കേണ്ടത്. ഗണ്യമായിട്ടുള്ള തുക ഈ ലഘുലേഖയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതായിട്ടാണ് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പരാതി ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ചീഫ് പോലീസ് കോർഡിനേറ്റർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനായിട്ട് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിസ്സാരമായി കണക്കാക്കാനാകില്ല. അതുമാത്രമല്ല, ഈ പണപ്പിരിവ് നടത്തിയ ഈറോഡ് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ഇ.കെ. സഹദേവൻ ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി അദ്ദേഹം ഈ ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇയാൾ എന്തുകൊണ്ടാണ് ഈ പണപ്പിരിവ് നടത്തിയതിന്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. സ്വമേധയാ ഹൈക്കോടതിയാണ് ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടിലെ തുക ഈ പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തി നേതൃത്വം നൽകുന്ന ട്രസ്റ്റ് യാതൊരു ഘട്ടത്തിലും പിൻവലിക്കരുത്. ഇതിനാവശ്യമായിട്ടുള്ള നടപടികളും പോലീസ് സ്വീകരിക്കണമെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ലഘുലേഖ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് തനിക്ക് ദേവസ്വം ബോർഡ് ഈ ശബരിമലയിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാനായിട്ട് അനുമതി നൽകിയെന്നും ഇതിനാവശ്യം 9 ലക്ഷത്തോളം രൂപയുണ്ട്, അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവ് നടത്തുന്നു എന്നുള്ളതായിരുന്നു ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ജിപേ നമ്പറും ഒക്കെ വെച്ചുകൊണ്ട് ഡോക്ടർ ഇ.കെ. സഹദേവൻ, ഈ ഈറോഡ് സ്വദേശിയായിട്ടുള്ള ഇ.കെ. സഹദേവൻ പണപ്പിരിവ് നടത്തിയത്. അതിൽ വലിയ രീതിയിൽ തുക ഈ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് അനുമതി നൽകി എന്നുള്ളൊരു വാദഗതിയായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ലഘുലേഖയിൽ ഈറോഡ് സ്വദേശി ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നേരത്തെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ഒരു കത്ത് അയച്ചിരുന്നു. ഈ വിഗ്രഹം സ്ഥാപിക്കാനായിട്ട് അനുമതി കൊടുത്തു എന്നുള്ളതായിരുന്നു ആ കത്തിലെ സാരാംശം. പക്ഷേ ഹൈക്കോടതിയിൽ ഈ വിഷയം വന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ അറിയിച്ചത് ഒരു തരത്തിലും ആർക്കും ഇത്തരത്തിൽ വിഗ്രഹം സ്ഥാപിക്കാനായിട്ട് അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ഫയലുകൾ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് രഹസ്യമായി സൂക്ഷിക്കാനായിട്ടാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. എന്തായാലും ഈ സ്വകാര്യ വ്യക്തി പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പണപ്പിരിവിലടക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഒപ്പം തന്നെ കേസ് എടുത്ത് അന്വേഷിക്കാൻ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സുരേഷ്, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.